മനോഹരം യാഹേ നിന്റെ ആലയം, എന്തോരാനന്ദം താവപ്രാകാരങ്ങളിൽ. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തോരാനന്ദം താവപ്രാകാരങ്ങളിൽ. ദൈവമേ ഉള്ളം നിറയുന്നേ, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ ഉള്ളം നിറയുന്നേ, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം വല്ലഭൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയാം. ദൈവം വല്ലഭൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയാം. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയം, ഞങ്ങൾ ശക്തര എന്നും നിന്റെ ശക്തിയാ. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയം, ഞങ്ങൾ ശക്തര എന്നും നിന്റെ ശക്തിയാ. കണ്ണുനീരും കരുമാരമെല്ലാം മാറ്റും അനുഗ്രഹമായി. കണ്ണുനീരും കരുമാരമെല്ലാം മാറ്റും അനുഗ്രഹമായി. ദൈവം വല്ലഭൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയാം. ദൈവം വല്ലഭൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയാം. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യെരുശലേം ദേവാലയവും അതിന്റെ സംഭവങ്ങളും എന്നുള്ളൊരു വിഷയമാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിലെ പ്രവചനങ്ങൾ സംഭവിക്കണമെങ്കിൽ അതിന് പ്രധാനമായ ഒരു അടിസ്ഥാനം ആവശ്യമാണ്. അതാണ് യെരുശലേം ദേവാലയം. മോശയുടെ കാലം മുതൽ ഇപ്പോൾ വരെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ ലോകചരിത്രത്തിൽ സുപ്രധാനമായ പങ്കുവഹിച്ച ഇസ്രായേൽ രാജ്യവും യെരുശലേം ദേവാലയവും മാറ്റി നിർത്താൻ കഴിയുകയില്ല. ഇസ്രായേൽ 2 തവണ മാത്രമാണ് ദേവാലയം പണിതിട്ടുള്ളത്. എങ്കിലും 2 തവണയും ദേവാലയം തകർപ്പെട്ടു. ആദ്യത്തെ ശലോമോൻ പണിത ദേവാലയം ബാബിലോണിയ സാമ്രാജ്യം നെബൂഖദ്നേസർ നശിപ്പിച്ചു. 587-586 BC-യിലാണ് നശിപ്പിച്ചത്. രണ്ടാമത്തെ ദേവാലയം ജനറൽ ടൈറ്റസ് നശിപ്പിച്ചു. സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആലയം പണിത ഹെരോദ രാജാവ് അതിന്റെ അറ്റകുറ്റപ്പണി പണി ഒക്കെ നടത്തി കുറെ കൂടെ വിപുലീകരിച്ചു. ആ ദേവാലയമാണ് AD 70 നശിപ്പിച്ചത്. യഹൂദന് ആലയമില്ലാതെ സാധ്യമല്ല. അയാൾ മൂന്നാമതൊരു ആലയത്തിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായി കഴിഞ്ഞു. എന്നാൽ പണിയപ്പെടേണ്ട സ്ഥാനത്താണ് അൽ-അക്സ മോസ്ക് നിലകൊള്ളുന്നത്. എന്നിരുന്നാലും മൂന്നാമത്തെ ആലയം യെരുശലേമിൽ ഉയർന്നു വരും. അതോടൊപ്പം എതിർ ക്രിസ്തുവും രംഗപ്രവേശനം ചെയ്യും. മോശയുടെ കാലത്തുണ്ടായിരുന്ന സമാഗമന കൂടാരം പിന്നീട് അത് ശലോമോന്റെ നേതൃത്വത്തിൽ പണിത ആലയമായി ഉയർന്നു വന്നു. അതിന്റെ ആകർഷതയിൽ ലോകത്തിലെ വൻശക്തികൾ അതിനെ ആക്രമിച്ചു. ബാബിലോൺ, പേർഷ്യ, ഗ്രീക്ക്, റോം എന്നീ രാഷ്ട്രത്തലവന്മാർ ഈ ദേവാലയത്തിന്റെ പ്രൗഢി കാണുകയും അതിനെ തകർത്ത് അതിനുള്ളിലെ വിലയേറിയ വസ്തുക്കൾ മുഴുവനും അപഹരിച്ചു കൊണ്ടുപോയി. അനന്തരം ഓട്ടോമൻ സാമ്രാജ്യം യെരുശലേം ദേവാലയം നിന്ന സ്ഥാനത്ത് മുസ്ലിം മോസ്ക് സ്ഥാപിക്കുകയും അത് ഇന്നുവരെ നിലനിൽക്കുകയും ചെയ്യുന്നു. യഹൂദജനത്തിന്റെ ദൈവം പറഞ്ഞ പ്രകാരമുള്ള യാഗങ്ങൾ നടത്തുവാനോ ദൈവത്തെ ആരാധിപ്പാനോ സാധിക്കാതെ പോയി. യേശു ലോകരക്ഷിതാവായി ബേത്ലഹേമിൽ പൂജാതനായെങ്കിലും ദൈവവചനം പറയുന്നത് പോലെ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവർ യേശുവിനെ കൈക്കൊണ്ടില്ല. യഹൂദന്മാർ റോമൻ ഭരണാധികാരികളുടെ ഒത്താശയോട് യേശുവിനെ ക്രൂശിൽ തറച്ചു കൊന്നു. പ്രവചന നിവൃത്തിയായി യെരുശലേമിലേക്ക് കഴുതപ്പുറത്ത് ദേവാലയ പ്രവേശനം ചെയ്തു. എങ്കിലും ആരും അംഗീകരിച്ചില്ല. യേശുവിനെ മശിഹായി അവർ അംഗീകരിച്ചില്ല. സക്രിയാവിന്റെ പ്രവചന പുസ്തകത്തിൽ പറയും പോലെ
അവർ കുത്തിയവിങ്കിലേക്ക് നോക്കും. യെരുശലേം ദേവാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മതിലിൽ അവർ മശീഹായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് 80,000 യഹൂദന്മാർ അവരുടെ പിതാക്കന്മാർ ക്രൂശിച്ച് തറച്ച കൊന്ന യേശു അവരുടെ മശീഹ ആയിരുന്നുവെന്ന് തിരിച്ചറിവ് ഉണ്ടായി. വിലാവ് മുതൽ ഒന്നിച്ചുകൂടി നിലവിളിച്ച് ദൈവത്തോട് ക്ഷമാപണം നടത്തുകയാണ്. സക്കറിയാവ് 12:10 പ്രകാരം പറയുന്ന അന്നാളിൽ ഞാൻ യെരുശലേമിന്റെ നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിക്കുവാൻ നോക്കും. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരുശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാതനയുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളെങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്ന പോലെ അവർ നമ്മെക്കുറിച്ച് വ്യസനിക്കും. ഈ പ്രവചന നിവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. മാത്രമല്ല, യേശു ക്രിസ്തു ക്രൂശിൽ യെരുശലേമിലെ കിഴക്കേ വാതിൽ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഒലിവുമലയുടെ കിഴക്ക് ഭാഗം. സക്കറിയാവ് 44:1-2 വാക്യങ്ങളുള്ളപ്പോൾ യഹോവ എന്നോട് അരുളിച്ചെയ്ത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിട്ടിരിക്കണം, ആരും അതിൽ കൂടി കടക്കരുത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിട്ടിരിക്കണം. 500 വർഷങ്ങൾക്ക് മുമ്പ് 1500 മഹാനായ സുൽത്താൻ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ സമയത്ത് വാതിലുകൾ പണിത സമയത്ത് കിഴക്കേ വാതിൽ അടച്ചുപൂട്ടി മുദ്രയിട്ടിരിക്കുകയാണ്. എന്നാൽ ഈ അടുത്ത സമയത്ത് ഗോൾഡൻ ഗേറ്റിന്റെ കല്ലുകൾ നീങ്ങുന്നതായും അടർന്നു വീഴുന്നതായ സംഭവവികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യഹൂദന്റെ ക്ഷമയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തോടുള്ള നിലവിളിയും കിഴക്കേ വാതിൽ സംഭവിക്കുന്ന വിഷയങ്ങളും എല്ലാം കൂടി ചേർക്കുമ്പോൾ യേശുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന് തിരിച്ചറിവ് വേണം. ഒലിവുമലയിൽ വീണ്ടും പ്രത്യക്ഷനാകുന്ന കർത്താവ് കിഴക്കേ വാതിൽ കൂടെയാണ് അകത്ത് കടക്കുന്നത്. ആകയാൽ നമ്മുടെ അരുമനാഥന്റെ വരവ് അടുത്തിരിക്കാൻ ഒരുക്കത്തോടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി പ്രത്യാശകളിൽ കാത്തിരിക്കാൻ ദൈവമായ കർത്താവ് ഏവർക്കും അതിനെ കൃപ ചെയ്യട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.